പതി ക്രിയേഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ജാർഖണ്ഡ് യാത്ര, അതായത് നമ്മുടെ ടാറ്റ സ്റ്റീൽ ഫൗണ്ടേഷൻ നടത്തുന്ന സംവാദ് 2024 എന്ന പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവച്ചത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അവിടുത്തെ കാഴ്ചകൾ, അവിടെയുള്ള പ്രോഗ്രാംസ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ കാണുന്നത് ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമിൻ്റെ റിഹേഴ്സലാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ 5 ദിവസം അവിടെ പ്രോഗ്രാം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നല്ലോ, വൈകുന്നേരം സമയങ്ങളിൽ. അതിൽ ഒരു ദിവസം ചെയ്യാനുള്ള പ്രോഗ്രാമാണിത്. അതായത് റിതം ഓഫ് എർത്താണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമാണ്. ഈ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ത്യയിലെ വ്യത്യസ്ത ട്രൈബ്സിൻ്റെ ഇടയിൽ നിലനിൽക്കുന്ന പരമ്പരാഗതമായ പാട്ടുകളെ, അതായത് തനത് പാട്ടുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മ്യൂസിക്കൽ ഫ്യൂഷനാണിത്. ഇതിലേക്ക് നമ്മുടെ തനതായിട്ടുള്ള വാദ്യോപകരണങ്ങളും അതിനോടൊപ്പം നമ്മുടെ ഇപ്പോഴത്തെ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഫ്യൂഷനായിട്ടാണ് ഈ ഒരു റിതം ഓഫ് എർത്ത് എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിഹേഴ്സലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറെ അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമിലേക്ക് നമ്മുടെ കേരളത്തിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ ആദിവാസി ഗോത്രാംഗങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നതാണ്. അപ്പോൾ അവരുടെ പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസ് തന്നെയാണ് ഈ കാണുന്നത്. നമ്മുടെ മാവിൽ മലവേട്ട 2 ഗോത്രങ്ങളിലെ അംഗങ്ങൾ ഈ ഒരു മ്യൂസിക് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. കുമ്മേറ് കണ്ടത്ത് വിത്തെറിഞ്ഞതറിഞ്ഞില്ലേ, കുമ്മേറ് കണ്ടത്ത് വിത്തെറിഞ്ഞത് കുന്നുമതി വരമ്പും മാന്തി ഇന്നലെ നേരം പുലർന്നില്ലേ, കുന്നുമതി വരമ്പും മാന്തി ഇന്നലെ നേരം പുലർന്നില്ലേ. നല്ല നാളിൽ മാലക മണ്ണിൽ നല്ലിളം നാം പോയിരുന്നില്ലേ, നല്ല നാളിൽ മാലക മണ്ണിൽ നല്ലിളം നാം പോയിരുന്നില്ലേ. ഇനി നമുക്കിവിടുത്തെ ഒരു ചെറിയൊരു വിശേഷം കാണിച്ചു തരാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒന്നാണ് നമ്മുടെ ഇവിടുത്തെ ഈ ജംഷഡ്പൂർ സിറ്റിയിലെ സ്ട്രീറ്റിനകത്തുള്ള ചായ. അവിടുത്തെ ചായ അവർ നമുക്ക് തരുന്നത് തന്നെ കാണുന്ന മണ്ണിൻ്റെ ഗ്ലാസ്സിലാണ്. ഈ മണ്ണിൻ്റെ ഗ്ലാസ് പിന്നീടത് റീയൂസ് ചെയ്യുന്ന രീതിയിലല്ല അവർ തരുന്നത്. ആ ചായ കുടിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബോക്സ് ഉണ്ടാവും, അതിലേക്ക് അതിട്ടാൽ മതി. അപ്പോൾ അത് പൊട്ടിപ്പോവും. പിന്നെ അതിൻ്റെ രണ്ടാമതൊരു യൂസിങ്ങിന് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു മണ്ണിൻ്റെ ഗ്ലാസിൻ്റെ ഒരു കൗതുകം കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഈ ചായ കുടിക്കാൻ ചെന്നപ്പോഴൊക്കെ ഉള്ള ഗ്ലാസ്സൊക്കെ എടുത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നല്ലൊരു ഗ്ലാസ്സാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ചായേൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ചായ അതിനകത്ത് പാൽ മാത്രം, പാലിനകത്ത് ചായപ്പൊടി ഇട്ടിട്ടാണ്
ചായ ഉണ്ടാക്കുന്നത്. അത് നമ്മൾക്കറിയാം, നമ്മുടെ അടുത്തൊക്കെ നമ്മുടെ ഹോട്ടലിലൊക്കെ നമ്മൾ പാൽ ചായ എന്ന് പറയുമെങ്കിലും അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടാണല്ലോ നമ്മൾ ചായ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ ഏത് ടീ ഷോപ്പിൽ പോയി കഴിഞ്ഞാലും അവർ ഈ പാലിനകത്ത് തന്നെ പൊടിയിട്ട് നല്ല ഏലക്കയിലിട്ട് നല്ല തിളപ്പിച്ച നല്ലൊരു ചായ, അതിങ്ങനെ പലതവണ തിളച്ച് ആ പാലിനകത്ത് തന്നെ ആ പൊടി ഇങ്ങനെ വെന്ത് അങ്ങനെയാണ് ആ ചായ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അടിപൊളി ചായ. പിന്നെ ഇവിടുത്തെ ഈ ചായൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നല്ല ചായയാണ്. അപ്പോൾ ഈ ഞാൻ കണ്ട ഈ ഗ്ലാസ്സിന് ഈ കാണുന്ന ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ചായക്ക് 15 രൂപയാണ്. ഇതിനേക്കാളും ചെറിയ അളവിലുള്ള ഗ്ലാസ് ഉണ്ട്, അതിന് 5 രൂപ. അപ്പോൾ 5 രൂപേൻ്റെ ചായ ആണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം, 15 ആണെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഗുണത്തിൽ വ്യത്യാസമില്ല, അളവിൽ മാത്രമാണ് വ്യത്യാസം. പിന്നെ ഇവിടെ ഈ ഒരു ടീ ഷോപ്പിൽ ഇങ്ങനെയുള്ള ചെറിയ ബിസ്ക്കറ്റുകൾ മാത്രമേ സ്നാക്സ് ഐറ്റംസ് ആയിട്ടുള്ളൂ. പിന്നെ തൊട്ടടുത്തുള്ള ഇതുപോലെ തട്ടുകടയിനകത്ത് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് കുറച്ചിങ്ങനെ ഉണ്ട്. അപ്പോൾ അതിലെനിക്കൊരു വെറൈറ്റി തോന്നിയത് അവിടുത്തെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന കടല മുളപ്പിച്ച കടലയിനകത്ത് നമ്മുടെ കക്കരി, അതുപോലെ പച്ചമുളക്, ഉള്ളി, പിന്നെ മുളകും മറ്റ് മസാലയൊക്കെ ചേർത്തിട്ട്, അതുപോലെ നമ്മുടെ ചെറുനാരങ്ങ നീരൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള കടല മസാലയാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റംസായി തോന്നിയിട്ടുള്ളത്. അതിൽ തന്നെ ഈ മുളപ്പിച്ച കടല എന്ന് പറയുന്നത് അത് പച്ചക്കന്നായിട്ട് നമുക്ക് അവർ തരും, അതുപോലെ വേവിച്ചിട്ടാണെങ്കിൽ അതങ്ങനെ, രണ്ട് രീതിയിലും അവർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങളീ കാണുന്ന വാദ്യോപകരണം എന്ന് പറയുന്നത് സന്താൾ അതുപോലെ മുണ്ട ട്രൈബുകൾക്കിടയിലുള്ള അവരുടെ തനത് വാദ്യോപകരണമാണിത്. നഗട എന്നാണ് ഈ ഒരു വാദ്യോപകരണത്തിൻ്റെ പേര്. അപ്പോൾ ഈ വാദ്യോപകരണം വായിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇവിടെ ഒരു 400ഓളം കലാകാരന്മാരാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഈ നഗട 400 പേര് ഈ ഒരു നഗട എന്ന് പറയുന്ന വാദ്യോപകരണം ഇവിടെ ഓൺ സ്റ്റേജിൽ കൊട്ടി ഈ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, ഒരു കല ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഇവർ ഇതിനു വേണ്ടി കൊണ്ടുവന്ന നഗടയാണ്. ഈ നഗട ഇതിൻ്റെ വലിപ്പത്തിൽ വലിയ സൈസുള്ള നഗടയുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ വാദ്യോപകരണം ആൺപെൺ വ്യത്യാസമില്ലാതെ ഈ നഗട ഉപകരണം വായിക്കാറുണ്ട്, കൊട്ടാറുണ്ട്. അപ്പം ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു മ്യൂസിക് എന്താണെന്നുള്ളത് നമുക്ക് ഓൺ സ്റ്റേജിൽ ഒരു പ്രോഗ്രാം നടന്നിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. नगाड़ा वादकों की टोली उड़ीसा झारखंड के अलग अलग इलाकों से आई हुई है। ये संख्या में आज 483 वाद्य यंत्र यहाँ पर अभी बजने वाले हैं। नगाड़े 401 हैं और बाकी के वाद्य यंत्र मिला करके 483 की संख्या इन सभी वाद्य यंत्रों की है। अभी ये जो ताल आप सुन रहे हैं ये मुंडा समुदाय का धुन है। मुंडा समुदाय वंदना या मुंडारी धुन ढेर एवं शहनाई के साथ शुरू करती है तथा इसके साथ साथ ढोल, नगाड़े एवं ढाक सामूहिक रूप से किसी भी कार्यक्रम में स्वागत धुन के रूप में बजाए जाते हैं।
നഗട കൊട്ടുന്നതിന് വേണ്ടി 400 കലാകാരന്മാരാണ് പങ്കെടുത്തത്. നിങ്ങളിപ്പോൾ ഈ ഓൺ സ്റ്റേജിൽ കുറച്ച് പേരെ കാണുന്നുള്ളെങ്കിലും ഈ സ്റ്റേജിൻ്റെ ഇരുവശത്തുമായിട്ടാണ് ബാക്കിയുള്ള ഈ നഗട വാദ്യോപകരണം വായിക്കുന്നതിന് വേണ്ടി കലാകാരന്മാർ ആ ഗ്രൗണ്ടിൽ അണിനിരന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കത് ഇവിടെ നിന്ന് ക്യാമറയിൽ ഇത്രേ കിട്ടുന്നുള്ളൂ. ഇരുവശത്തും ഈ ബാക്കിയുള്ള കലാകാരന്മാർ ഒരേ സമയത്ത് 400 നഗട ഇങ്ങനെ കൊട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സൗണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് അതുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ ലൈവായിട്ട് കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേക വൈബാണ്. മറ്റൊരു ഗോത്ര സംഗീതത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ മറ്റ് വിശേഷം മറ്റു ഗോത്രകലകളും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള എപ്പിസോഡായിരിക്കും. അപ്പം മറക്കാതെ കാണുക.